ലൈവിൽ കണ്ണ് നിറഞ്ഞ് ബിഗ് ബോസിൻ്റെ ക്യാമറയിൽ നോക്കി റിക്വസ്റ്റ് ചെയ്യുകയാണ്. ബിഗ് ബോസ് എന്നെ ഒന്ന് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കണം. എനിക്ക് ബിഗ് ബോസിനോട് തന്നെ സംസാരിക്കണമെന്നില്ല. എനിക്ക് ആരോടെങ്കിലും സംസാരിച്ചാൽ മതി. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് അഞ്ജന, അല്ലെങ്കിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടുണ്ട്. എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം. എന്നെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുമോ എന്ന് ചോദിച്ച് നെവിൻ ക്യാമറയുടെ മുന്നിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് കണ്ണ് നിറഞ്ഞാണ് നെവിൻ സംസാരിക്കുന്നത്. നെവിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കാൻ നെവിൻ തന്നെ റിക്വസ്റ്റ് ചെയ്യണമെന്ന് ഒനിയിലാണ് ഒന്ന് ഫോഴ്സ് ചെയ്യുന്നത്. എടാ, ഞാൻ അന്ന് എനിക്ക് പ്രശ്നമുണ്ടായപ്പോൾ ഞാൻ അന്ന് ക്യാമറയിൽ നോക്കി പറഞ്ഞു. അപ്പോഴാണ് എന്നെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചതും എനിക്ക് ബിഗ് ബോസിനോട് സംസാരിക്കാൻ പറ്റിയതും. അപ്പോൾ നീയും അതുപോലെ ചെന്ന് ക്യാമറയുടെ മുൻപിൽ ചെന്ന് പറ, എന്നാലേ നിന്നെ വിളിക്കുകയുള്ളൂ എന്ന് നെവിനോട് പറയുന്നു. പക്ഷേ നെവിൻ അങ്ങനെ കേട്ടിട്ട് വന്നത് പറഞ്ഞ് മാത്രമല്ല, വളരെ ജെനുവിനായിട്ട് പറയുന്നതായിട്ടാണ് നമുക്കത് കാണുമ്പോൾ തോന്നുന്നത്. ഇത് കഴിയുമ്പോൾ തന്നെ നെവിൻ നേരെ വാഷ്റൂം ഏരിയയിലേക്ക് പോയിട്ട് അവിടെ കണ്ണാടി നോക്കി പൊട്ടിക്കരയുന്നുണ്ട്. നോമിനേഷൻസ് നടക്കുന്ന സമയത്ത് ഷാനവാസ് ഉൾപ്പെടെയുള്ളവരെ നെവിനെതിരെ നടത്തിയ ആ ഒരു ആരോപണമാണ് ഇതിനെല്ലാം കാരണം. ഈ ഒരു വിഷയത്തിൽ ഷാനവാസ് ചെയ്തത് തെറ്റാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് ഷാനവാസിൻ്റെ ഒരു ഗെയിമായിട്ട് എടുക്കാം. പക്ഷേ നെവിൻ ഇതിൻ്റെ അകത്ത് ചെറിയൊരു തെറ്റുണ്ട്. കാരണം നെവിൻ വളരെയും അധികം ഓവറായിട്ട് ആളുകളുടെ അടുത്ത് ഇടപെടുന്നത് നമ്മൾ ലൈവിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ട്. നെവിന് ഇനിയിപ്പോൾ ഒരു ഡബിൾ ഉദ്ദേശം ഇല്ലായിരിക്കാം, ഒരു റോങ് ആയിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ ഇല്ലായിരിക്കാം. എങ്കിൽ പോലും അത് നെവിൻ ഇടപെടുന്നവർക്ക് കൂടെ തോന്നണമല്ലോ. അപ്പോൾ അവരുടെ അടുത്ത് ഒരു ഓവറായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം എടുക്കുന്നത് പോലെ ഷാനവാസിന് ഉൾപ്പെടെ പലർക്കും ഫീൽ ചെയ്യുന്നത് ഞാൻ തന്നെ ലൈവിൽ കണ്ടിട്ടുണ്ട്. ചില സമയത്ത് നെവിൻ ഷാനവാസിൻ്റെ തോളിലൂടെ കൈയിടുന്നതൊക്കെ ഷാനവാസ് ആ ഒരു സമയത്ത് പറയുന്നുണ്ട്, എടാ കൈ എടുക്കടാ, മേത്തുനിന്ന് കൈയെടുത്തിട്ട് സംസാരിക്കാൻ ഷാനവാസ് പല സമയത്ത് നെവിൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ ലൈവിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നെവിൻ അതൊക്കെ ഒന്ന് നോക്കി പെരുമാറേണ്ടതായിരുന്നു. പക്ഷേ ഷാനവാസ് ഇത് കുറേ നാളുകൾക്ക് മുൻപേ പലതവണ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഷാനവാസ് വന്ന് പറഞ്ഞത്. അതുമാത്രമല്ല, അത് ഇപ്പോൾ വന്ന് പറയേണ്ട ഒരു കാര്യം ആ നെവിനുമായിട്ട് ഷാനവാസ് രാവിലെ ഉണ്ടായ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ തന്നെയാണ്. പക്ഷേ ഷാനവാസിന് ഇങ്ങനെ ഒരു സംഭവം, ഒരു അനുഭവം ഉണ്ടായിരുന്നുവെങ്കിൽ അത് നേരത്തെ തന്നെ തുറന്നു പറയേണ്ടതായിരുന്നു. നേരത്തെ തന്നെ ഈ ഒരു പ്രശ്നം ഉന്നയിക്കേണ്ടതും, അല്ലെങ്കിൽ നെവിൻ്റെ അടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് എടാ ഇനി ഇത് ഒരു കാരണവശാലും ആവർത്തിക്കരുത്, ആവർത്തിച്ച് കഴിഞ്ഞാൽ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം നെവിൻ്റെ അടുത്ത് നേരത്തെ തന്നെ തുറന്ന് പറയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊരു ഗെയിമായിട്ട് തന്നെ ഷാനവാസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ഷാനവാസിൻ്റെ ഒരു ഗെയിം, ചീപ്പ് ഗെയിം എന്ന് ഞാൻ പറയുന്നില്ല, ഷാനവാസിൻ്റെ ഗെയിമാണത്. അത് ചീപ്പാണോ അല്ലോ എന്ന് കാണുന്നവർക്ക് തീരുമാനിക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നെവിൻ അങ്ങനെ ഓവറായിട്ട് ഇടപെടാൻ പോകേണ്ട കാര്യമില്ലായിരുന്നു. എല്ലാവരുടെയും ഒരു ബൗണ്ടറി വെച്ച്, ഒരു ലിമിറ്റ് വെച്ച് എല്ലാവരുടെയും അടുത്ത് പെരുമാറേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.